ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചതിന് എതിരായ ഹർജിയിൽ സിനിമ കണ്ടതിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ശനിയാഴ്ച സിനിമ കാണുമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, നേരത്തെ ഇതിൽ കോടതി എടുത്ത നിലപാട് സിനിമ ഇപ്പോൾ കാണേണ്ടതില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ആ നിലപാട് ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട്. അതിൽ കൃത്യമായി സിനിമ കാണാം, അതിനുശേഷം ഈ കേസ് പരിഗണിക്കാമെന്ന് പറയുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ? പ്രജൻ, ഹൈക്കോടതിയുടെ ഒരു നിർണായക ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രദർശന അനുമതി നിഷേധിച്ച CBSEയുടെ നിലപാടുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് സിനിമ കണ്ട ശേഷം തുടർ നടപടികൾ, തുടർവാദങ്ങൾ കേൾക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ജസ്റ്റിസ് N നഗരേഷിന്റെ ബെഞ്ച് പോയിരിക്കുന്നത്. ശനിയാഴ്ച സിനിമ കാണാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോടതിയിൽ വെച്ച് സിനിമ കാണാമെന്ന് പറഞ്ഞെങ്കിലും അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുള്ള പശ്ചാത്തലത്തിൽ പെറ്റീഷണേഴ്സ് തന്നെ പറഞ്ഞത് ഈ പാലാരിവട്ടത്തുള്ള ലാൽമീഡിയയിൽ സിനിമ കാണാനുള്ള സൗകര്യം ഒരുക്കാമെന്നാണ്. അങ്ങനെ ശനിയാഴ്ച 10 മണിക്ക് സിനിമ കാണുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും നടപടികൾ സ്വീകരിക്കുക. ഒപ്പം സെൻട്രൽ സർട്ടിഫിക്കേഷൻ ഫിലിം ബോർഡിന്റെ അംഗങ്ങളും സിനിമ കാണുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിന്റെ കൌൺസിൽ അംഗങ്ങളും സിനിമയ്ക്ക് കാണാനായിട്ട് ഉണ്ടാകും. അവരോടും സിനിമ കാണണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ബുധനാഴ്ച ഈ കേസിലെ ഏറ്റവും നിർണായകമായ നടപടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വലിയ പ്രതീക്ഷയിലാണ് ഈ ഹർജിക്കാരും അണിയറ പ്രവർത്തകരും ഉള്ളത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ഘട്ടത്തിലൊക്കെ കോടതി ഒരു അനുകൂല നിലപാട് വക്കാൽ പറയുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ട് ജാനകി എന്ന പേര് പാടില്ല എന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചിരുന്നു. ജാനകി എന്ന പേര് ഏതെങ്കിലും മതവുമായി ചേർത്ത് വെക്കുന്നതിന്റെ ആവശ്യകത എന്ത് തുടങ്ങിയ വിമർശനങ്ങളും സെൻസർ ബോർഡിനെതിരെ കോടതി ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതി ഈ സിനിമ കണ്ട ശേഷം എന്താണ് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഈ സെൻസർ ബോർഡ് ഉയർത്തുന്ന പോലത്തെ പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് പരിശോധിക്കാൻ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സിനിമ ശനിയാഴ്ച 10 മണിക്ക് ലാൽമീഡിയയിൽ വെച്ച് ജസ്റ്റിസ് N നഗരേഷ് കാണും. അതിനുശേഷം ബുധനാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. വിഷ്ണു, വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. സിനിമ കണ്ടിട്ടിനി ഈ കേസ് പരിഗണിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ സെൻസർ ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇതിൽ അത്തരത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ എന്താണ് ചിലരുടെയെങ്കിലും വികാരങ്ങൾ വ്രണപ്പെടുന്ന രീതിയിൽ ഇതിൽ ആ പേര് ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ചില വാദങ്ങളൊക്കെ സെൻസർ ബോർഡിന്റെ ഭാഗത്തുണ്ടായി. ആ സമയത്താണ് കോടതിയിൽ നിന്നും സുപ്രധാന ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്താണ് ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. ആ ചിത്രം കാണണമെന്ന് ഇതിന്റെ സിനിമാ പ്രവർത്തകർ, സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ പറയുന്നു, നിർമ്മാതാക്കളടക്കം പറയുന്നു. ആദ്യഘട്ടത്തിൽ അതിന്റെ കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല എന്ന കോടതി തീരുമാനത്തിലേക്ക് വരുന്നു. പിന്നീട് ഇപ്പോൾ എന്തായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിൽ ഇനി സിനിമ കണ്ടിട്ട് കേസ് പരിഗണിക്കാം എന്നതിലേക്ക് വരാനുള്ള കാരണം? ഈ സെൻസർ ബോർഡ് നൽകിയ വിശദീകരണം അതുകൂടി എല്ലാ രീതിയിലും പരിശോധിക്കുക എന്നതാണോ കോടതി ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത്? എല്ലാ വശങ്ങളും പരിശോധിച്ച് ശക്തമായ തീരുമാനത്തിലേക്ക് എത്താം എന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സിനിമ കാണാം എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. സെൻസർ ബോർഡ് ഈ വിഷയത്തിൽ ആദ്യം മുതൽ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ജാനകി എന്ന പേര് അത് സീതാദേവിയുടെ പേരുമായി ചേർന്ന് നിൽക്കുന്ന പേരാണ്. അത് ഈ സിനിമയിൽ ഉപയോഗിക്കുമ്പോൾ അതൊരു വിഭാഗത്തിന്റെയെങ്കിലും മതവികാരത്തെ വ്രണപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നൊരു ക്ലെയിമാണ് സെൻസർ ബോർഡിന്റെ ഭാഗത്ത് വന്നത്. പക്ഷേ കോടതി അതിന് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അങ്ങനെ ഒരു സ്റ്റാൻഡ് നിലനിൽക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം സെൻസർ ബോർഡിനോട് മറ്റേതെങ്കിലും കാര്യങ്ങൾ, ഒരു വസ്തുതാപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി അറിയിക്കണമെന്ന് കഴിഞ്ഞ തവണ നിർദ്ദേശം നൽകി. പക്ഷേ നിലവിൽ ഇന്ന് അത്തരത്തിലൊരു കാര്യങ്ങളൊന്നും സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അവർ കുറച്ചുകൂടി സമയം വേണം ഈ വിഷയത്തിൽ എന്നാണ് ആവശ്യപ്പെട്ടത്. അതിനിടയിലാണ് കോടതി തന്നെ നേരിട്ട് സിനിമ കാണാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ തവണ അണിയറ പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു സിനിമ കോടതി ഒന്ന് കണ്ടിരുന്നാൽ അത് നല്ലതായിരിക്കുമെന്ന്. പക്ഷേ ആ ഘട്ടത്തിൽ കോടതി പറഞ്ഞത് ആ സിനിമ കാണേണ്ട ആവശ്യം നിലവിലില്ല എന്നാണ്. എന്നാൽ ഒരുപക്ഷെ ഈ രണ്ട് വശങ്ങളും കൂടി വിശദമായി പരിശോധിക്കുന്നതിന്റെ ഭാഗമായിരിക്കാം ഇന്ന് സിനിമ കാണാമെന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. അങ്ങനെയാണ് ശനിയാഴ്ച 10 മണിക്ക് സിനിമ കാണാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനുശേഷം ബുധനാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കും. ആ ഘട്ടത്തിൽ ഈ സിനിമ കണ്ടതിന്റെ പശ്ചാത്തലം കൂടി അവിടെ ഉണ്ട്. അതുകൊണ്ട് അത്തരം തീരുമാനങ്ങൾ ഏത് തീരുമാനത്തിലേക്ക് പോകുമെന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഇത്തരത്തിൽ ഈ സിനിമ പേരുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദം വരുന്ന ഘട്ടത്തിൽ കോടതി ഇങ്ങനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. സിനിമ നേരിട്ട് കാണാമെന്നൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. അത് ഈ GSK എന്ന സിനിമയുടെ, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ
പ്രദർശനാനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും. അത് രണ്ട് വശങ്ങളും വിശദമായി പരിശോധിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയായിരിക്കും. അണിയറ പ്രവർത്തകർ വലിയ പ്രതീക്ഷയിലാണ് കോടതിയുടെ ഈ നിരീക്ഷണവുമായി ബന്ധപ്പെട്ടും ഇടപെടലുമായി ബന്ധപ്പെട്ടും. പ്രജി, എന്തായാലും സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ സിനിമയോട് അനുകൂലമായി നിൽക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളൊക്കെ കോടതിയിൽ നിന്നുണ്ടായിരുന്നു. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് കോടതി ചോദിച്ചതാണ്. ആ സമയത്ത് സെൻസർ ബോർഡ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൂടി പരിശോധിക്കാം എന്നുദ്ദേശിച്ച ആയിരിക്കണം ഇപ്പോൾ കോടതി ഇങ്ങനെ സിനിമ കണ്ട ശേഷം ഇനി കേസ് വീണ്ടും പരിഗണിക്കാം എന്ന രീതിയിലേക്കുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഈ സിനിമ കണ്ട ശേഷം കോടതി എന്താണ് ഇതിൽ സ്വീകരിക്കുന്ന നിലപാടും ഉത്തരവും എന്നുള്ളത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.